ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് മോള് വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് മുട്ട പുഴുങ്ങിയിട്ട് അത് പൊരിച്ചു കൊടുക്കാമെന്ന്. കാരണം ഈ മുട്ടയും പഴവും ആളുടെ വയറ്റിലേക്ക് പോകുന്നേ ഇല്ല, ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാനത് ഓൾറെഡി പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നപാട് പൊരിച്ചു കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അത് വന്നിട്ടില്ലടോ. അങ്ങനെ ഞാൻ രണ്ടാമതും അത് വേവിക്കാമെന്ന്. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് എന്തായാലും പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്, അതും കൂടെ അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ പായസം ഉണ്ടാക്കുകയാണ്. ഞാനിവിടെ കാരമലൈസ്ഡ് പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തായാലും പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കോ. ഞാനിവിടെ ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത്രയും ടേസ്റ്റായിട്ടാണ് ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ട്. ഞാൻ ആകെ ഇത് ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പാലട മിക്സാണ്. അപ്പോൾ ആ ഒരു മിക്സിനെ ഞാൻ എന്താക്കും, വേവിക്കും. ആദ്യം തന്നെ കുക്കറിൽ ആ ഒരു മിക്സ് ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കും. കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കട്ടയായി പോകട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഉണ്ടെങ്കിൽ അടിക്ക് പറ്റാണ്ട് നല്ല വൃത്തിക്ക് കിട്ടിയും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ പരിപാടിയാണ് കാരമലൈസ് ചെയ്ത്. ഇതാണ് ഈ ഒരു പായസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം. അത്രയും ടേസ്റ്റാണ്. ഞാൻ അത്രയും ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു പാലട പായസത്തിന് മാത്രമല്ല, എല്ലാ പായസത്തിനും ഇങ്ങനെ ഉണ്ടാക്കാം. ഒരു പാന് വെക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ച് പായസത്തിന് കുറച്ച് അധികം വേണ്ടതുകൊണ്ട് തന്നെ ആ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിന്. പിന്നെ ഓൾറെഡി നമ്മുടെ ആ ഒരു പാലട മിക്സിലും പഞ്ചസാര ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പഞ്ചസാര ശരിക്കും കാരമലൈസ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഇങ്ങനെ ഒരു കട്ട വിറ്റ പോലെ ഉണ്ടാവും, പക്ഷേ ടെൻഷൻ അടിക്കേണ്ട. അതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഒരു കട്ടയായിട്ടുള്ള പഞ്ചസാരയൊക്കെ മെൽട്ടായിക്കോളും. അപ്പം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തീയോ ഒന്ന് ചെറുങ്ങനെ ചുരുക്കി കൊടുക്കണം. കുറച്ച് ടൈം എടുക്കും. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എന്താവും, പഞ്ചസാര കരിഞ്ഞു പോകും. ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നില്ല, അതിങ്ങനെ മെല്ലെ മെല്ലെ തന്നെ കാരമലൈസ് ആയിക്കോളും. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന പാല് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. എനിക്ക് പൊതുവേ പായസം വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കാരമലൈസ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചെങ്കിലും കഴിക്കും, എന്നാലും കൂടുതൽ ഇഷ്ടം നമ്മളെ പ്രഥമ പായസമാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് പാല് ഓൾറെഡി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് ഞാൻ കാരമലൈസ് ആക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു വേറെ പാത്രത്തിൽ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ഇതിൻ്റെത്തേക്ക് ഒഴിച്ച് ഇനിയിപ്പോൾ ബാക്കി വരുന്ന പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു പാക്കറ്റ് ആ ഒരു പാലട മിക്സിൽ ഒരു പാക്കറ്റിന് 2 പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യൽ. പിന്നെ കുറച്ച് നമ്മൾ വേവിക്കുന്നതിൻ്റെ അകത്ത് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണല്ലോ വേവിക്കണത്. അപ്പോൾ അതും കൂടെ ഒഴിക്കുമ്പോൾ നല്ല കറക്റ്റാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കണക്കെന്ന് പറയണത്. ഇനിയിപ്പോൾ നല്ലപോലെ തന്നെ ഇത് മിക്സാക്കി കൊടുക്കണം. ആ ഒരു ടൈം ഞാൻ എന്താക്കി, മക്കൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല, പായസം ആയിട്ടില്ല, മുട്ടയാണെങ്കിൽ ഏട്ടിൻ്റെ പണിയും തരുകയും ചെയ്ത്. ഇവക്കാണെങ്കിൽ ഓരോ റൂൾസാണ്. മുട്ട നല്ലോണം വെന്തൂടുക, എന്നാലോ കുറച്ച് വേവ് കുറയാനും പാടില്ല. അങ്ങനെ ഞാനവിടെ മുട്ട വേഗം മിക്സാക്കിയിട്ട് മുളകിൽ മിക്സാക്കിയിട്ട് അത് പൊരിക്കാനിട്ടിട്ടുണ്ട്. ഈ ഒരു മുട്ട തിന്നിക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട്. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്താക്കി, തിന്നൂലാന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഫീലിങ്സ് മനസ്സിലായി എനിക്കാവില്ല, ഇതിങ്ങനെ മഞ്ഞ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതവിടെ വെച്ച് മഞ്ഞ അവിടെ വെച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം തിന്നെന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ട് തിന്നിപ്പിച്ച് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ പാലടൻ്റെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഈ അട നല്ലപോലെ തിളച്ച് വന്ന പാലിലേക്ക് ഒഴിച്ചെടുത്ത് ഇതാ ഇങ്ങനെ ഈ ഒരു, അതായത് കുറച്ചധികം വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ അത് വേവുകയും ചെയ്തിട്ടുണ്ട്, അടിക്ക് പറ്റിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല വൃത്തിക്ക് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ പായസം വേഗം റെഡിയാവും. വേഗം തന്നെ ആ ഒരു അട വേവാനാണല്ലോ പണി. എല്ലാ സാധനവും എനിക്കിങ്ങനെ വെന്തിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ കടിക്കുന്ന, പിന്നെ പായസം ലൂസായിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം നല്ല തിക്കിലുള്ള പായസം കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മസ്റ്റായിട്ട് പറയുന്ന മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അങ്ങനെ ഇനി ഈ ഒരു മുട്ട എടുത്തിട്ട് അവർക്ക് കൊടുക്കണം. ഇന്ന് രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ നൂഡിൽസ് ആയിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ആ നൂഡിൽസിന് വേണ്ട പരിപാടികളും തുടങ്ങാനുണ്ട്. രാത്രിയിലേക്കുള്ള ഫുഡ് മഗ്‌രിബിന് മുന്നേ ആക്കി വെക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു സമാധാനമാണ്. പിന്നെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. ഒരു ചായ ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ വിചാരിക്കുകയാണ് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. എത്രയൊക്കെ നമ്മൾ വൃത്തിയാക്കി പോയി കഴിഞ്ഞാലും പിന്നെയും പാത്രങ്ങൾ ഉണ്ടാവും.
പോകും. അപ്പോൾ പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യലുണ്ട്. ഇത് എന്താ പഠിച്ചവനെ ഇങ്ങനെ കഴുകിയിട്ടും തീരാത്തേന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു മധുരം കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓവർ മധുരമല്ല, കറക്റ്റ് മധുരമായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു പായസത്തിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാനിവിടെ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമാണല്ലോ നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ചായയും കുടിക്കണം. ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ കടികളൊന്നും പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം എല്ലാവരും കൂടെ പായസം കുടിച്ച്, ഞാൻ എല്ലാ പായസത്തിനും നെയ്യ് ചേർത്ത് കൊടുക്കൽ കാച്ചിയിട്ടായിരുന്നു. നെയ്യ് കാച്ചിയിട്ട് അതിൻ്റെത്തേക്ക് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടാണ് ഈ പായസത്തിലേക്ക് ഒഴിക്കൽ. അപ്പോൾ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇതിൻ്റെത്തേക്ക് തന്നെ ഒഴിച്ച് കൊടുത്ത്. ശരിക്കും പായസത്തിന് ആ ഒരു നെയ്യുടെ ഒരു മണവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് പാലട പായസത്തിലൊക്കെ നല്ല മണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ ഒരു പായസത്തിന് ശരിക്കും ആ ഒരു ഫിനിഷിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു നെയ്യൊക്കെ ഒഴിക്കണം. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ക്യാരമലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കളറും ആ ഒരു നെയ്യുടെ ഒരു മണവും എല്ലാം കൂടെ എന്താ പറയുക, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കിയിട്ട് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കിയതിന് ശേഷം ചായ കുടിക്കലാണ്. എൻ്റെ മക്കൾക്ക് ഞാനിത് ഉണ്ടാക്കിയിട്ട് കൊടുത്ത സമയത്ത് അവർ രണ്ടുപേരും കുടിച്ചിട്ടൊന്നുമില്ല. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സാധനത്തോട്. ഞാൻ എപ്പോഴും വിചാരിക്കും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും. അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നിട്ടായിരുന്നു ഞാൻ അവർക്ക് കൊടുത്തത്. അപ്പോൾ കൊടുത്ത പോലെ തന്നെ തിരിച്ചെനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയും കുറച്ച് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ബാക്കി ഒരുപാട് പണികളൊക്കെ ഉണ്ട് നമ്മുടെ നൂഡിൽസ് ആക്കാനൊക്കെ. ആ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് അത്ര ബോറടിപ്പിക്കുന്നില്ല എന്ന്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ.